ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് മനഃപൂർവ്വം ഇവിടെ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹിന്ദുത്വ തീവ്രവാദികൾ, അവർ ഹിന്ദുക്കളല്ല, ഹിന്ദുത്വ തീവ്രവാദികളാണെന്ന് ഇവർക്ക് പറയുന്നത്. ഹിന്ദുക്കളോട് യാതൊരു മമതയില്ല. ഇത് ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ്. അതായത് മൂവി റിലീസ് ചെയ്യുമ്പം കുറച്ച് കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ നല്ലതാണ്. കാര്യം ഐബോൾസ് ഗ്രാബ് ചെയ്യും, തർക്കം ഉണ്ടാകും. അത് ആ മൂവിക്ക് ആത്യന്തികമായി പോസിറ്റീവായിട്ട് ഗുണം ചെയ്യും. അറിയാമല്ലോ, നമ്മുടെ പല മൂവീസും അങ്ങനെ കോൺട്രവേഴ്സി കാരണം കിക്കപ്പിയിട്ടുണ്ട്. ഇത് അതേപോലെ ഉണ്ടാക്കാൻ വേണ്ടി താജ്മഹലിൻ്റെ മകുടത്തിൻ്റെ ഉള്ളിലൂടെ ശിവൻ വരുന്നു. ഇത് പരമശിവനെ അപമാനിക്കുന്നതാണ്, താജ്മഹലിനെ അപമാനിക്കുന്നത്. ഇത് തേജോ മഹാലയാണെന്നൊക്കെ പറയുന്നത് ഉളുപ്പില്ലാത്ത കള്ളങ്ങളാണ്. അങ്ങനെ അതൊരു ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് ആൾ പറഞ്ഞാൽ കുഴപ്പമില്ല. പരേഷ് റാവൽ അറിയപ്പെടുന്നൊരു നടനാണ്, മുൻ MP ആയിരുന്നു അദ്ദേഹം. എനിക്ക് തോന്നുന്നു അഹമ്മദാബാദിലെ BJP MP ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളവരൊന്നും അങ്ങനെയുള്ളതിന് തലവെച്ച് കൊടുക്കരുത്. അതൊക്കെ ഒരു ചീപ്പ് പ്രൊപ്പഗാൻഡയാണ്, അത് വളരെ വൾഗറായ പ്രൊപ്പഗാൻഡയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെച്ചു കൊടുക്കരുത് എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ താജ്മഹലിൽ ഈ റീസെൻറ്റ് ഡേയ്സിൽ അറ്റകുറ്റപ്പണികൾക്കായി കുറച്ച് ദിവസം അടച്ചിടുന്നു എന്നൊക്കെ പറഞ്ഞ് ന്യൂസ് വന്നപ്പോഴേക്ക് അതിനടിയിലും വന്ന കമൻസ് ആണ്, ഇനിയിപ്പോൾ അവിടെ ഇവർ പുതിയതായിട്ട് ഒരു ശിവലിംഗം കാണും, പിന്നെ ബാബരി മസ്ജിദിന് സംഭവിച്ച പോലെ തന്നെ ആകുന്നു. ഈ പല ആൾക്കാരും ഈ കോൺസ്പിറസി തിയറീസിൽ പെട്ടുപോകും. എങ്ങനെ വിശ്വസിക്കുന്ന 2 സുഹൃത്തുക്കൾ എനിക്കുണ്ട്. താജ്മഹലിനെ അടച്ചിട്ട 20 മുറികളിൽ എന്താണെന്ന് നിനക്ക് അറിയാവുന്ന ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്പേസ് ആയിരിക്കും, വേറെ എന്താണ് മുറികൾ. ഞാൻ ചോദിച്ചു അപ്പോൾ എന്നിട്ട് അവർ പറയുന്ന കൗതുകം എന്താ അറിയോ, അത് തുറക്കട്ടെ, തുറന്നാലല്ലേ നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ പറഞ്ഞു തെളിവുണ്ടെങ്കിലല്ലേ തുറക്കാവൂ. ഇതൊരു ലൂപ്പാണ്. അതായത് മനഃപൂർവ്വം ഒരു ഉള്ളിലെ ആത്മീയ ദാരിദ്ര്യത്തിൽ നിന്ന് വരുന്നതാണ്. ഈ ഇല്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോയി എന്താ പറയുക അതുണ്ടെന്ന് പറയാനും. ഇനി നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഔദ്യോഗികമായിട്ട് ഇത് അന്വേഷിച്ച് ഇപ്പോൾ ഇരിക്കുന്ന ഭരണത്തിൽ പ്രധാനമന്ത്രിയുടെ മോദിക്ക് കീഴെ താജ്മഹൽ അമ്പലമായിരുന്നില്ല എന്നും താജ്മഹലിൻ്റെ ഉള്ളിൽ വേറൊന്നും ഇല്ല എന്ന് ഒഫീഷ്യലി നിലപാട് ലോകസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർക്ക് ഈ എന്താ പറയുക അതൊരു അപ്പോൾ സ്പർദ്ധ ഉണ്ടാകും, അറ്റൻഷൻ ഉണ്ടാകും. ഈ വിഷയമാണ് ഇപ്പോൾ കേരള സ്റ്റോറി അടക്കമുള്ള മൂവീസ്. അതാണ് കേരള സ്റ്റോറി. 3 പേരുടെ ജീവിതകഥ 32,000 പേരുടെ കള്ളക്കഥയാക്കി പറയുന്നിടത്താണ് പ്രശ്നം. അതായത് നോർത്ത് ഇന്ത്യയിലെ ചില സുഹൃത്തുക്കൾ ഇതൊക്കെ വിശ്വസിക്കുമെന്നുള്ളതാണ്. ഡൽഹിയിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ചില ആൾക്കാർ കേരളത്തിൽ ഭയങ്കര, ഞാൻ പറഞ്ഞു ഒരു പ്രശ്നവുമില്ല, ഇന്ത്യയിൽ ഏറ്റവും നന്നായി പോകുന്ന സ്ഥലമാണ് കേരളം. കേരളത്തിൽ വന്നാൽ എല്ലാവരും വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ സാഹോദര്യത്തോടെ ജീവിക്കുന്നൊരു സ്ഥലമാണ്. ഇത് അവിടുത്തെ പാവങ്ങളെ പറ്റിക്കലാണ്. അവിടുത്തെ സാധാരണ അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയല്ലേ. എന്നിട്ട് ആ പ്രൊപ്പഗാൻഡ മൂവികൾക്ക് അവാർഡ് കൊടുക്കും. അബ്സല്യൂട്ട് പ്രൊപ്പഗാൻഡയാണ്. സിനിമയ്ക്ക് കുറച്ച് ഫിക്ഷണലൈസ് ചെയ്യാം, കുറച്ച് ഡ്രമറ്റൈസ് ചെയ്യാം, അത് സ്വാഭാവികമാണ്. 10 എന്നുള്ളത് 100 കാണിച്ചാൽ കുഴപ്പമില്ല. പക്ഷേ 10 എന്നുള്ളത് 1,00,000 എന്ന് കാണിച്ചാൽ എങ്ങനെയാണ് ശരിയാകുക? ഇത് ഈ 3 കുട്ടികളുടെ കഥ 32,000 പേരുടെ കള്ളക്കഥയായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ക്ലാസിക് പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്, അതും വൾഗർ പ്രൊപ്പഗാൻഡ മെറ്റീരിയലാണ്. അത്തരം കാര്യങ്ങളെ നമ്മുടെ പൊതുസമൂഹം തള്ളിക്കളയണം. അതെ, ഇത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഇത് റിലേറ്റ് ചെയ്ത് പറയാനാണെങ്കിൽ തട്ടം ഇഷ്യൂ ഞാൻ കണ്ടിരുന്നു. രാഹുൽ ഈശ്വറിൻ്റെ യൂട്യൂബ് ചാനലിൽ തട്ടം ഇഷ്യൂ ഐഷനെ ഒരുപാട് നല്ല നല്ല സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഐഷയ്ക്ക് സപ്പോർട്ട് ചെയ്തൊരു വീഡിയോ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നമ്മുടെ ആ തട്ടം കൂടെ സിനിമ കൂടെ വെച്ച് പറയാം, നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമകളിലൊന്ന് ഒരു തട്ടത്തിൻ മറയത്താണ്. നമ്മുടെ നാടിൻ്റെ ഒരു നന്മയാണ്, തട്ടം ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. ഒരു ഹിന്ദു കുട്ടിക്ക് ചരട് ഇടാനും ഇടാതിരിക്കാനുള്ള റൈറ്റ് ഉണ്ട്. നമ്മൾ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കയറി ഇടപെടുന്നത്? അവൾ അങ്ങനെ ഒരു തട്ട് വിട്ടുകൊണ്ട് പോകുന്നത് എന്ത് നഷ്ടം ഉണ്ടാകാനാണ്? പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻ സിസ്റ്റർമാർ ആലോചിക്കേണ്ടത്, ക്രിസ്ത്യൻ സിസ്റ്റർമാരുടെ ഈ തട്ടം എന്നല്ല വേറൊരു പേര് പറയുന്നത്, അവരുടെ വെയിലിടുന്ന പോലെ ഈ സാധനം അഴിച്ചു പിപ്പിക്കണമെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. നോർത്ത് ഇന്ത്യയിൽ ഇതിട്ടുകൊണ്ട് നടന്ന പ്രശ്നമുണ്ട്. നോർത്ത് ഇന്ത്യയിലെ ഈ തീവ്ര ഹിന്ദുത്വവാദികൾ ഇതിട്ടുകൊണ്ട് നടക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. ഒരുപാടൊന്നും അല്ലല്ലോ, 2 മാസം മുമ്പല്ലേ അങ്ങനെ നമ്മുടെ 2 കന്യാസ്ത്രീമാരെ അവിടെ അറസ്റ്റ് ചെയ്തത്, അവർ ജയിലിൽ കിടന്നത്. പാവപ്പെട്ട ആദിവാസികളെ സഹായിക്കാൻ പോയതാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ആ സിസ്റ്റർമാർ ഒരു ജോലിക്ക് വേണ്ടി അവിടുത്തെ പാവപ്പെട്ട പിന്നോക്കക്കാർ, അവർക്ക് ദാരിദ്ര്യമാണ്, ആഹാരമില്ല, വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയാണ്. അപ്പോൾ അവരും കുറച്ച് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിലേ നമ്മൾ ഇന്ത്യയുടെ സാഹചര്യങ്ങളൂടെ മനസ്സിലാക്കി തന്നെ നമ്മൾ പ്രതികരിക്കണം. അതുകൊണ്ട് തട്ടം ഇടാനും ഇടാതിരിക്കാനും റൈറ്റ് ഉണ്ട്. ഒരു ദിവസമൊക്കെ തട്ടം ഇടാൻ തോന്നി, അടുത്ത ദിവസം തോന്നിയില്ല, അത് അവളുടെ അവകാശമാണ്. നമ്മൾ എന്തിനാണ് അവളുടെ ഡ്രസ്സിൻ്റെ സ്വാതന്ത്ര്യത്തിൽ കയറി ഇടപെടുന്നത്? ഇപ്പം നേരെ തിരിച്ച്, അപ്പോൾ അവിടെയാണ് റീസണബിൾ അക്കോമഡേഷൻ എന്ന് പറയുന്നത്. നാളെ ഒരാൾ പറയുകയാണ് ഞാൻ ജൈനനായി മാറി. ജൈനന്മാർക്ക് ദിഗംബരന്മാരെന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ജൈനന്മാർക്ക് ദിക്കുകളാണ് വസ്ത്രങ്ങൾ, ഞങ്ങൾ വേറെ വസ്ത്രം ഉപയോഗിക്കില്ല. ഞാൻ സ്കൂളിൽ വരുമ്പോൾ ജൈന ദിഗംബരനായി വരുമെന്ന് പറഞ്ഞാൽ അത്
റീസണബിൾ ആണ്. അപ്പോൾ റീസണബിൾ അക്കോമഡേഷൻ അല്ലെങ്കിൽ റീസണബിൾ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നൊരു കാര്യം തീർച്ചയായിട്ടും വേണം, അതിന് സംശയമില്ല. അപ്പോൾ ആ റീസണബിൾ അക്കോമഡേഷനാണ് നമുക്ക് വേണ്ടത്, അല്ലാതെ ഈ സാങ്കേതികത്വമല്ല, ടെക്നിക്കാലിറ്റി പറഞ്ഞ് ആരെയും അകറ്റി നിർത്തുന്നതല്ല, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മനോഭാവമാണ് വേണ്ടത്. കാര്യം ഇന്ത്യ ഭരിച്ചിരുന്ന ഏറ്റവും വലിയ റൂളേഴ്സിലൊന്ന് റസിയ സുൽത്താനയാണ്, നമ്മുടെ സുൽത്താനേറ്റുകളുടെ റസിയ സുൽത്താനയാണ്, ഝാൻസി റാണിയാണ്. നമ്മുടെ നാട്ടിലെ എത്രയോ പേർ, നമ്മുടെ ദേശീയ തലത്തിലെത്തിയ ദ്രൗപദി മുർമു, സോണിയാഗാന്ധി, പലപ്പോഴും ഈ തല മറയ്ക്കുന്നത് ആസ് എ സിമ്പിൾ ഓഫ് ഹ്യൂമിലിറ്റി എന്നൊക്കെ പറയാറ്. അവർക്ക് തല മറയ്ക്കണമെങ്കിൽ മറയ്ക്കണ്ടെങ്കിൽ മറയ്ക്കണ്ട, അത് അവളുടെ റൈറ്റാണ് എന്ന് നമ്മൾ ചിന്തിച്ചാൽ മതി. അതെ, ഈ ഒരു ന്യൂസ് കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷം തോന്നിയ മറ്റൊരു കാര്യം, അതേ സ്കൂളിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയുടെ ഉമ്മയുടെ ഒരു നിലപാടുണ്ടായിരുന്നു. ജസ്ന എന്നാണ് തോന്നുന്നു ആ അമ്മയുടെ പേര്. വളരെ സ്ട്രോങ് ആയ നിലപാടെടുത്തു, അത് മറ്റൊരു ക്രിസ്ത്യൻ സ്കൂളിൽ തന്നെ ചേർത്തു. അതാണ് അതിലെ വിജയം. എല്ലാ വിഭാഗങ്ങളിലും, ഹിന്ദുക്കളിലും ക്രിസ്ത്യാനികളിലും മുസ്ലിങ്ങളിലും ഒക്കെ ഈ തീവ്ര നിലപാടെടുക്കുന്നവരുണ്ട്. ഈ തീവ്രതയാണ് പ്രശ്നം. നമുക്ക് മൃദു മതി, സോഫ്റ്റ് മതി, എന്ന് പറഞ്ഞാൽ ഇനിയും തീവ്ര നിരീശ്വരവാദികളും ഉണ്ട്, അതും വേണ്ട. നമുക്ക് എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഞാൻ അതുകൊണ്ട് ആലങ്കാരികമായി പറയാറുണ്ട്, നമ്മുടെ വിനീത് ശ്രീനിവാസനും നിവിൻ പോളിയും ശ്വേതാംബരധരേ ദേവി എന്ന് പറഞ്ഞ വളരെ മനോഹരമായ ഒരു ദേവീ സ്തുതിയുണ്ട്. അത് നോക്കി പാടുന്നത് തട്ടോട്ടിയാണ്. ഇതൊരു ബാലൻസ് ആണ്, സിന്തസിസ് ആണ്, സിനർജിയാണ്. ഇനി വേറെ ഏത് രീതി, കേരളം കണ്ട ഏറ്റവും വലിയ പ്രണയകഥകളിലൊന്ന് ഒരു മൊയ്തീനും കാഞ്ചനയാണ്. ആലോചിച്ച് നോക്കുക, മൊയ്തീൻ എന്ന് പറയുന്ന പൃഥ്വിരാജ് അവതരിപ്പിച്ച ക്യാരക്ടർ, കാഞ്ചന എന്ന് പറയുന്ന പാർവതി തിരുവോത്ത് അഭിനയിച്ച ക്യാരക്ടർ ഏറ്റവും മനോഹരമായ സിനിമകളിലൊന്നാണ്. അപ്പം ഷാറൂഖ് ഖാനും ഗൗരിയും നോർത്തിൽ നോക്കുകയാണെങ്കിൽ, ഷാറൂഖ് ഖാൻ മുസ്ലിം സമുദായത്തിൽപ്പെട്ടതാണ്, ഗൗരി ഹിന്ദു സമുദായത്തിൽപ്പെട്ട വ്യക്തിയാണ്. രണ്ടുപേരും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അതല്ലേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു മാതൃക. ആ മാതൃകകളാണ് നമുക്ക് വേണ്ടത്. അതെ, ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതേ കാര്യങ്ങൾ തന്നെ പറയുകയാണെങ്കിൽ, ഈ കമൻറ്റ് ബോക്സസ് നോക്കുകയാണെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫേക്ക് അക്കൗണ്ട്സിൽ നിന്ന് കമൻസ് വരുന്നത്. ചിലപ്പോൾ അവർ ഇപ്പോൾ ഒരു മുസ്ലിം നെയിം ഇട്ട് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് കമന്റ് ഇടും, അതുപോലെ ഹിന്ദു നെയിം ഇട്ടിട്ട് കമന്റ് ഇടും. ബട്ട് എനിക്കിത് കാണുമ്പോൾ തോന്നുന്നില്ല ഇവരൊക്കെ യഥാർത്ഥ മുസ്ലിംസോ യഥാർത്ഥ ഹിന്ദുക്കളോ ആണെന്ന്. വെറുതെ ഒരു കലാപം. പെട്ടെന്ന് ശ്രദ്ധിച്ചാൽ മതി, 90% ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് വരുന്നതായിരിക്കും ഈ ഹേറ്റ്രഡ് സ്പ്രെഡ് ചെയ്യുന്നത്. അതെ. രണ്ട്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏത് സിനിമയിലാണ് നമ്മുടെ ധ്യാനും നിവിനും ഉള്ളൊരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നിവിൻ മറ്റേ ആടുജീവിതം പോലെ വെളിയിൽ പോകുന്നത്, മലയാളി ഫ്രം ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. അതിൽ കൃത്യമായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട്. ധ്യാൻ, അതായത് ഈ തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാമിക പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമന്റ് ഇടും, ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ എന്തെങ്കിലും പ്രകോപനപരമായ കമന്റ് ഇടും. എന്നിട്ട് പ്രകോപിപ്പിക്കും. അപ്പോൾ അതൊരു ഭയങ്കര, അത് നമ്മുടെ നാട്ടിലെ ഒരു വലിയ എന്താ പറയുക, ഈ അതിബുദ്ധി കാണിക്കുന്നതാണ്. അതായത് ഏതെങ്കിലും ഒരു തീവ്ര ഹിന്ദുത്വവാദി ഇസ്ലാം പേരിൽ പോയി ഹിന്ദുക്കളെ ചീത്ത വിളിക്കും. അത് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾക്കൊരു വികാരം ഉണ്ടാണോ, അതാണ് അവൻ്റെ ഉദ്ദേശം. നേരെ തിരിച്ച് ഇതേപോലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ഹിന്ദു പേരിൽ പോയി മുസ്ലിങ്ങളെ ചീത്ത വിളിക്കും, മുസ്ലിങ്ങൾക്ക് പ്രകോപനം ഉണ്ടാകും. അങ്ങനെ ഒരുപാട്, അതൊരു മനോരോഗമാണ്. അത് യഥാർത്ഥത്തിൽ ഒരു ആഴത്തിലേറിയുള്ളൊരു മനോരോഗമാണ്. അതിൻ്റെ വലിയൊരു എക്സാമ്പിളായിട്ട് ഇതേപോലെ ഞാൻ ദേശീയ മാധ്യമങ്ങൾ വളരെ സെൻസിറ്റീവായ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ എന്തോ പറഞ്ഞപ്പോൾ ഒരു ക്രിസ്ത്യാനി അതായത് ഒരു മുസ്ലിം അതിമോശമായിട്ട് യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെക്കുറിച്ച് പറയുന്നൊരു കമൻറ്റ് ഇത് കണ്ടൊരു ക്രിസ്ത്യാനി പറഞ്ഞു എന്നോട് നാഷണൽ മീഡിയ വർക്ക് ചെയ്യുന്ന ഒരാൾ, കണ്ടില്ലേ നമ്മുടെ യേശു ക്രിസ്തുവിനെ അമ്മ മേരിയെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരിക്കലും ഒരു മുസ്ലിമിന് ഇത് ചെയ്യാൻ കഴിയില്ല. വേറൊന്നും കൊണ്ടല്ല, പരിശുദ്ധ ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന ഏക വനിതാ രത്നം യേശു ക്രിസ്തുവിൻ്റെ അമ്മ മേരിയാണ്. ഒരു ചാപ്റ്റർ തന്നെ മേരിയെക്കുറിച്ചുണ്ട്. യേശു ക്രിസ്തുവിനെ പ്രവാചകനായിട്ട് ദൈവീകമായി അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഖുറാൻ. അപ്പോൾ ഇത് വേറെ ആരോ ഇട്ടതാണ്. കാര്യം ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധ ഉണ്ടാക്കിക്കാൻ വേണ്ടി ബോധപൂർവ്വം ഇടുന്നതാണ്. അപ്പം നമ്മൾ കേൾക്കുന്ന സാധാരണ ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും വിശ്വാസം ഉള്ളവനും വിശ്വാസം ഇല്ലാത്തവനും മനസ്സിലാക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെ വെച്ച് നമ്മളെ തമ്മിൽ തല്ലിപ്പിക്കാൻ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ ഇനിയും ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം കുറച്ച് വർഷം മുമ്പത്തെയാണ്, ഞങ്ങളടക്കം ഇടപെട്ട് നിർത്തിയതാണ്. സ്വാമി അയ്യപ്പന്, അതായത് വളരെ മോശമായിട്ട് അയ്യപ്പനെക്കുറിച്ച് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരികയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അടക്കം ശ്രദ്ധയിൽപ്പെട്ടു. അതായത് പറയാൻ പോലും കഴിയാത്തത്ര മോശമായൊരു സാധനം ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്ന് ആയിരുന്നു. ഇപ്പോൾ അല്ല, ഒരു 10 വർഷം മുമ്പാണ്, ഒരു ക്രിസ്ത്യൻ പേരിൽ നിന്നാണ് വന്നത്. നിയമ നടപടിയൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ പറഞ്ഞു, സാറേ എനിക്കൊരു കാര്യം എനിക്കൊരു സ്മെല്ല് ചെയ്യുന്നുണ്ട്, ഇത് ശരിയാവുന്നില്ലല്ലോ. അവസാനം അന്വേഷണം എന്നപ്പോൾ ഒരു തീവ്ര ഹിന്ദുത്വവാദിയാണ്. അവൻ്റെ റീജിയണലി ഒരു ഇഷ്യൂ ഉണ്ട്. ആ ഇഷ്യൂവിൻ്റെ പേരിൽ അവൻ അവിടെ ഒരു സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ വഴിയിൽ കയറി ക്രിസ്ത്യാനിയുടെ പേരിൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയിട്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഈ ഭ്രാന്തന്മാരുണ്ട്. നമ്മുടെ കേരളത്തിലെ ലൈവ് ഉദാഹരണങ്ങളുണ്ട്. അതായത് കേരളത്തിൽ രാമകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്, സ്വന്തമായിട്ടൊരു അയ്യപ്പ ക്ഷേത്രം, മലപ്പുറത്തെ അയ്യപ്പ ക്ഷേത്രത്തിന് ഈ അവിടെ ഉച്ചിഷ്ടങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് അത് മുസ്ലിങ്ങൾ ചെയ്തതാണെന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞൊരു 150 വർഷം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും പശുവിൻ്റെ ഇറച്ചിയും പന്നിയുടെ ഇറച്ചിയും കൊണ്ടിടും. ഇവർ തന്നെ കൊണ്ടിടും, എന്നിട്ട് മറ്റവരാ ചെയ്ത്
ചെയ്തതെന്ന് പറയും. ഒരു കലാപം ഉണ്ടാക്കുന്ന ആ മനസ്ഥിതിയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമ്മൾ 90% അങ്ങനെയല്ല. നമ്മളൊരു സൗഹാർദ്ദം. ഞാൻ പഠിച്ചത് എല്ലാം ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ സ്കൂൾസിലാണ്. എൻ്റെ മുത്തശ്ശി പഠിക്കുന്ന ക്രിസ്ത്യൻ സ്കൂളിലാണ്. എൻ്റെ മോൻ യാഗെന്ന പേര്, യാഗ് പഠിക്കുന്നത് തിരുവനന്തപുരം സെൻറ്റ് തോമസിലാണ്. നമ്മളെല്ലാം അങ്ങനെ ഒരു ബഹുസ്വര പാരമ്പര്യത്തിൻ്റെ ഭാഗമായിട്ട് വളർന്നു വന്നതാണ്. അതാണ് നമ്മുടെ ശക്തി. ഇന്ത്യയുടെ ശക്തി എന്ന് പറഞ്ഞാൽ ആ ബഹുസ്വരതയാണ്.